ഈ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള ആഗ്രഹവും പ്ലാനിങ്ങും നമ്മിലുണ്ടാകണം. കാരണം കഴിവുള്ള ആളുകളുടെ മേൽ വാജിബാണ് ഇവ രണ്ടും. കഴിവുള്ള ആളുകളുടെ മേൽ വാജിബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധനം സമ്പാദിക്കുമ്പോൾ എനിക്ക് ഹജ്ജിന് പോവേണ്ടതുണ്ട്, ഉംറക്ക് പോവേണ്ടതുണ്ട്, അതുകൊണ്ട് ഒരു തുക ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന ഒരു ആഗ്രഹവും പ്ലാനും നമുക്കുണ്ടാകണം. പണം ധാരാളമായി ദൂർത്തടിച്ച് കളയുന്ന ഒരവസ്ഥയാണ് പലരും കാണുന്നത്. ഹജ്ജിനെക്കുറിച്ചോ ഉംറയെക്കുറിച്ചോ പലരും ജീവിതത്തിൻ്റെ നല്ല സന്ദർഭങ്ങളിൽ ചിന്തിക്കുന്നില്ല, ദൂർത്തടിച്ച് കളയുകയാണ്, അനാവശ്യങ്ങൾക്ക് ചെലവഴിക്കുകയാണ്. എന്നാൽ നല്ല ഐഡിയയോടുകൂടി നാം പണം മാറ്റിവെക്കുകയാണെങ്കിൽ, ഈ ഒരു നിയ്യത്തിൽ മാറ്റിവെക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയ കൂലിയുണ്ട്. ഒരുപാട് യാത്രകളൊക്കെ പലരും നിർവഹിക്കുന്നുണ്ട്, ടൂറുകൾ പോകുന്നുണ്ട്, പല നാടുകളിലേക്കും ടൂറ് പോകുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയില്ല. എന്നാൽ പണമുണ്ടായിട്ടും ഹജ്ജിനും ഉംറക്കും പോവാതിരിക്കുക എന്നുള്ളതോ അത് വലിയ തെറ്റായ കാര്യമാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 97 കാണാം, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആളുകൾ മസ്ജിദുൽ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ മനുഷ്യരുടെ മേൽ അത് ബാധ്യതയാണ്. ഈ ബാധ്യത നമ്മൾ മറക്കരുത്. സൂറത്തുൽ ബഖറയിലെ 196 കാണാം, വ അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കണം, നിങ്ങളത് ചെയ്യണമെന്ന് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. നിങ്ങൾ ഹജ്ജും ഉംറയും ഇടവിട്ട് ചെയ്യണം. ഫഇന്നൽ മുതാബഅത ബൈനഹുമാ തൻഫി അൽ ഫഖറ വദ്ദുനൂബ് കമാ യൻഫി അൽ കീറു ഖബസൽ ഹദീദ്. കാരണം നിങ്ങൾ ഇടക്കായിക്കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുന്നത് പാപങ്ങളിൽ നിന്ന് അത് നിങ്ങളെ ശുദ്ധീകരിക്കും. ഉല ഇരുമ്പിനെ വൃത്തിയാക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് ഹജ്ജും ഉംറയും നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുകയും നല്ലൊരു പ്ലാനിംഗ് ഉണ്ടാവുകയും അതിനുവേണ്ടി പണം മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.